എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടികളെ ഉടുപ്പിന് ബാക്കിലൊരു നെക്ക് ഡിസൈൻ ചെയ്യേണ്ടതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എൻ്റെ യോക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് പീസ് അതിൻ്റെ കോട്ടൺ ലൈനിങ് ആണ്. ഓക്കെ, ഇത് അതിൻ്റെ സിൽക്കിൻ്റെ ഒരു പീസ് കേട്ടോ, സിൽക്ക് ലൈനിങ് ആണ്. അതേപോലെ ബാക്കും ഫ്രണ്ടും ഒരേപോലത്തെ കട്ടിങ് കേട്ടോ. ഓക്കെ, ബാക്കും ഫ്രണ്ടും ഇത് അതിൻ്റെ പുറത്തേക്ക് വരേണ്ട പീസ്, ഒരു സീക്വൻസൊക്കെ ഉള്ള ഒരു നെറ്റിൻ്റെ ഒരു ക്ലോത്ത് ആട്ടോ അത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്, രണ്ട് കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്, ഒന്ന് ബാക്ക് ഒന്ന് ഫ്രണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, രണ്ടും ഒരേപോലെയാണ് കട്ടിങ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഷോൾഡറൊന്നും കൂടുതലൊന്നും ഇട്ടിട്ടില്ല, കറക്റ്റായിട്ട് ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള. എന്നിട്ട് ഇതുപോലെ രണ്ട് കോട്ടൺ ലൈനിങ്ങും ഇതുപോലെ ഒപ്പം വെച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് ഇവിടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അവിടെ ചെറിയൊരു വെട്ടിടുകയാണ്. ഓക്കെ, ഇനി ഈ കഴുത്തിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ട് കഴുത്തിൻ്റെ ലെങ്ത്ത് മാത്രം മാർക്ക് ചെയ്യുന്നുള്ളൂ. അടിഭാഗത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക. കറക്റ്റായിട്ട് റൗണ്ടിലൊരു ഷേപ്പ് വരച്ചാൽ നമ്മൾ ആ കഴുത്തിൻ്റെ ഒക്കെ ആ ഷേപ്പിൽ ഇതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇത് ഫ്രണ്ടാണ്, ഫ്രണ്ട് കഴുത്താണ് മാർക്ക് ചെയ്യണത്. അങ്ങനെ കറക്റ്റായിട്ടൊന്ന് നിറം കൂട്ടി വരക്കട്ടോ. ഇത് അപ്പുറത്തേക്ക് നമുക്ക് മടക്കിയിട്ടൊന്ന് പ്രസ് ചെയ്യാനാണ്, രണ്ടാമത്തെ സൈഡിലേക്കും ഇത് പതിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് മടക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ രണ്ടാമത്തെ സൈഡിൽ അതേ ഷേപ്പിൽ തന്നെ അത് കറക്റ്റായിട്ട് കിടക്കും. ഇതേപോലെ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ കഴുത്ത്, ഇത് 1 വയസ്സായ കുട്ടിക്കടത്ത് സ്റ്റിച്ച് ചെയ്യണത്. ഓക്കെ, ഇത് ഫ്രണ്ടാട്ടോ. ഓക്കെ, ഇനി ഇത് ബാക്ക് സൈഡാണ്, ഇത് ബാക്കാണ്. ബാക്കുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യണത്. ഇനി ഇതിനെ ബാക്ക് കഴുത്ത് മാർക്ക് ചെയ്യണം. ഈ മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. നമ്മൾ ഫ്രണ്ട് 2 ഇഞ്ചാണ് ഇറക്കിയത്, ബാക്ക് 1.5 ഇഞ്ച്. എന്നിട്ട് ഈ മാർക്കിംഗ് വന്ന് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഒരു അടിഭാഗത്ത് ഒരു ഇത്ര മാർക്ക് ചെയ്ത്, അതിന് അളവൊന്നുമില്ല, ഒരു ഏകദേശം നമ്മൾ അതായത് ഒരു ലവ് ചിഹ്നം ഷേപ്പിലാണ് ഇത് വരയ്ക്കുന്നത് കേട്ടോ, അതിൻ്റെ ബാക്ക് കഴുത്ത് വരയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക കറക്റ്റായിട്ട്. ഇതേപോലെ. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വരക്കട്ടോ. ഇനിയിപ്പോൾ ഏത് ഷേപ്പിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതുപോലെ കറക്റ്റായിട്ട് ഷേപ്പ് വരയ്ക്കുക. ഇനി റൗണ്ട് ഷേപ്പാണെങ്കിൽ അങ്ങനെ വരക്കുക, ഒരു ത്രികോണ മോഡലാണെങ്കിൽ അങ്ങനെയൊക്കെ വരക്കട്ടോ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചിട്ട് അതിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് അത് 10 രൂപത്തിൽ കറക്റ്റായിട്ടാണ് പ്രസ് ചെയ്യുക. ഇതേപോലെ കറക്റ്റായിട്ട് വരും കേട്ടോ. ഓക്കെ, ഇതേപോലെ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് നിറം കൂട്ടുകയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. അങ്ങനെ കഴുത്തും മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഒന്ന് നിറം കൂട്ടി കൊടുക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് വെച്ച് അടിക്കാനാണ്. അപ്പോൾ ഇതുപോലെ വരും കേട്ടോ ബാക്ക് കഴുത്ത്. ഓക്കെ, ഇനി നമ്മളിത് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഈ സിൽക്ക് ലൈനിങ്ങിന് നല്ല വശം മുകൾക്കാവേണ്ട രൂപത്തിൽ വെച്ചു. അതേപോലെ തന്നെ ഈ നെറ്റിൻ്റെ നല്ല വശം മുകൾക്കാവേണ്ട രൂപത്തിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു. എന്നിട്ട് ഈ കോട്ടൺ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ. ഓക്കെ, ഈ സെൻറ്ററാണ് ഇവിടെ. ഈ സെൻറ്ററിൽ നിന്ന് ഈ 2 സൈഡിലും ഒരു പോയിൻ്റ് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇവിടെ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് ഞാൻ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതായത് ആ സെൻറ്റർ കറക്റ്റായിട്ട് അടിഭാഗം വരെ ഓപ്പൺ വേണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അടിക്കട്ടോ. എന്നിട്ട് കറക്റ്റ് നമ്മളെ കഴുത്ത് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിങ് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇറക്കിയിട്ടാണല്ലോ ഈ മാർക്ക് ചെയ്തത്. ആ 3/4 ഇഞ്ച് ഇതുപോലെ വരയ്ക്കുക, അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതായത് ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡുക്കുമ്പാടുള്ള, അതായത് 2 സ്റ്റിച്ചും പാട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഇഞ്ചൊക്കെ പറ്റുള്ളൂ കേട്ടോ. കാലും വലിയൊരു പോയിൻറ്റും അത്ര വീതിയിൽ 2 സ്റ്റിച്ചിൻ്റെയും പാടെ ഗ്യാപ്പ് പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട്, അതായത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഓപ്പൺ കട്ട് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഇതേപോലെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ കേട്ടോ, ഇവിടെ എത്തി. അതേപോലെ തന്നെ ആ മുകൾ ഭാഗത്തേക്ക് കറക്റ്റ് ആ പോയിൻ്റൊക്കെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ ആ 2 സ്റ്റിച്ചും തമ്മിലുള്ള ഗ്യാപ്പ് ഒരു കാലും അല്ലെങ്കിൽ ഒരു പോയിൻറ്റും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിന് കട്ട് ചെയ്യാണ്. ഓക്കെ, അതിന് മുമ്പ് ഈ റിഗാൾ ഇവിടെ അടിക്കുകയാണ്. ഓക്കെ, കാരണം ഇതിന് കൈയില്ലാത്തതാണ്, ചെറിയ കുട്ടികളതല്ല, അപ്പോൾ കൈയിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കൈയില്ലാത്തതുകൊണ്ട് 2 റിഗാളിൻ്റെ അവിടെയും ആ 3 പീസും, അതായത് സിൽക്കും നെറ്റും ആ കോട്ടൺ പീസും, ഇത് 3ഉം പാടെ ഒപ്പം വെച്ചിട്ട് കറക്റ്റായിട്ട് അടിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ്. അതേപോലെ ഈ ആമൂളിൻ്റെ അവിടെയൊക്കെ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഓക്കെ,
അതായത് ഇതിൻ്റെ ക്വാർട്ടർ ലൈനിങ് ആണ് ഞാനത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റേത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഫുൾ ക്ലിയർ ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിമെന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ ഈ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ ആ ഷേപ്പിൽ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിമെന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് ഇതുപോലെ വരും. എന്നിട്ട് ഈ ഷേപ്പിൽ എല്ലാ ഭാഗത്തും ചെറിയ ഒരു വെട്ടിടുക. അതേപോലെ ഈ കോർണറിലൊക്കെ കറക്റ്റായിട്ട് വെട്ടിടുന്നുണ്ട്. അത് ആ സ്റ്റിച്ചിമ്മക്ക് തട്ടരുത്. സ്റ്റിച്ചിമ്മക്ക് തട്ടാതെ സ്റ്റിച്ചിന് അടുത്ത് വരെ എത്തുന്ന രൂപത്തിൽ ചെറിയ ചെറിയ ഓരോ വെട്ടിടുക. ഓക്കെ, എന്നിട്ട് ഇതിന് മറിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോട്ടൺ ലൈനിങ് അപ്പുറത്തേക്കാണ് മറിക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ആ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് എടുക്കുക ഇതുപോലെ. ഓക്കെ, അങ്ങനെ രണ്ട് സൈഡിലും മറിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ മറിക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ വൃത്തിയിൽ അടിക്കാൻ നോക്കുക. അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് വരും. ഇനി പോയിൻ്റൊക്കെ എടുക്കണമെങ്കിൽ സൂചി എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ നല്ല കുത്തിയാൽ മതി. എന്നാൽ കറക്റ്റായിട്ട് അതിൻ്റെ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇതേപോലെ ഈ സൈഡ് കറക്റ്റായിട്ട് അതിൻ്റെ ആ പോയിൻ്റിൽ കറക്റ്റായിട്ട് കുത്തിയിട്ട് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ എടുക്കുക കേട്ടോ. ഇതേപോലെ. ഓക്കെ, അങ്ങനെ രണ്ട് സൈഡിലും എല്ലാ ഭാഗത്തും അതുപോലെ ചെയ്യുക കറക്റ്റായിട്ട്. അങ്ങനെ ചെയ്തിട്ടോ. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കറക്റ്റായിട്ട് മുകൾ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഒരു തെല്ലിന് കേട്ടോ. അതായത് അതിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. ഫുള്ളായിട്ട് ആ കഴുത്ത് ഇതാ ഇതേപോലെ ഈ എൻഡിൽ നമുക്കൊരു കുളത്തൊക്കെ വെക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ അതേപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ആ കോട്ടൺ ലൈനിങ് പുറത്തേക്കൊന്നും കാണരുത്. കറക്റ്റായിട്ട് കിടക്കണം. അതായത് ആ സ്റ്റിച്ചിൻ്റെ ആ എൻഡിലൂടെ കോട്ടൺ ലൈനിങ് പുറത്തേക്ക് തള്ളി വരരുത്. ഓക്കെ, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ വെട്ടിട്ടില്ല ഉൾഭാഗത്ത് ചെറിയൊരു വെട്ട് എല്ലാ ഭാഗത്തും ഇട്ടല്ലോ. അത് കറക്റ്റായിട്ട് വെട്ടിടണം. ആ ഷേപ്പിലൊക്കെ ഇടണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് അടിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ ലൈനിങ് ആ പീസുമേ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അടിക്കാം കേട്ടോ. അതേപോലെ ആ മോളിൻ്റെ അവിടെയൊക്കെ അതേപോലെ തെല്ലിനടിച്ച് പോരും കേട്ടോ. ഓക്കെ, ഇതേപോലെ അടിക്കുക. പീസൊക്കെ കറക്റ്റ് ആവണം. ഓക്കെ, അങ്ങനെ അടിഭാഗത്തേക്കും കറക്റ്റായിട്ട് അടിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാ ഭാഗത്തും ആ 3 പീസും തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് അറ്റാച്ചിൻ്റെ രൂപത്തിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഇതിന്മേൽ അറ്റാച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് കണ്ട് അത്രേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു കഴുത്ത് കേട്ടോ. ബാക്കിൽ ഉടുപ്പിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കഴുത്താണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് കഴുത്ത് അടിച്ചിരിക്കുന്നത് സാധാ ഫ്രണ്ട് കഴുത്താണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത് കണ്ട് ഒരു ഉടുപ്പ് അടിച്ചിട്ടുണ്ട്. ഇതേപോലെ വരും കേട്ടോ. ബാക്കിലൊരു ബോക്കെ വെച്ച് കണ്ട് നല്ല ഭംഗിയുള്ള ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. വളരെ ഈസിയാണ്. അതിൻ്റെ ഈ ബാക്ക് കഴുത്ത് മാത്രമേ ഞാനിതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഫ്രണ്ട് കഴുത്തൊക്കെ പിന്നെ നമുക്ക് അറിയണമല്ലോ. ഉടുപ്പൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും. ഞാൻ ഇതുപോലത്തെ ഉടുപ്പ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല മോഡലിലും. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടെ ഒരു കുളത്തും വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ള ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതൊരു 1 വയസ്സായ കുട്ടിക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് 3 തട്ടായിട്ട്. ഓക്കെ, താങ്ക് യു.